വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. ഹലോ, ആദ്യം നമ്മളിത് ഇത്ര ഈ ഒരു ബാഗാണ് എടുക്കുന്നത്. അത്ര വലിയ ബാഗൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വലിയൊരു ബാഗ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ കുഞ്ഞിനുള്ള ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. നമ്മൾ കൊണ്ടുപോകുന്നത് എനിക്കുള്ള സാധനങ്ങൾ മാത്രമാണ്. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്തായിട്ടാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു രീതി തുടങ്ങിയത്. ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ വീട്ടിലുള്ളവരൊക്കെ വലിയ മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ടൊന്നും കൊണ്ടുപോകണ്ട, അങ്ങനെ നമ്മൾ ചെയ്യരുത്, ദോഷമാണെന്നൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. അപ്പം അങ്ങനെയല്ല, ഹൈജീൻ നോക്കിയിട്ട് ഇപ്പം തന്നെ കുഞ്ഞിനുള്ള എല്ലാം കഴുകി സൂക്ഷിച്ച് കൊണ്ടുപോകുന്നവരുണ്ട്. അത് ഓരോരുത്തരുടേത്. പക്ഷെ ഞാൻ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ പ്രായമായ ആൾക്കാർ പറയുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞിനുള്ള സാധനങ്ങളൊന്നും തന്നെ ഇതിനകത്ത് എടുത്തിട്ടില്ല. എനിക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിൽ വേണ്ട കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നത്. ആദ്യം തന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ആണ്. ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്ത് വെക്കുന്നില്ല, കാരണം അതിന് മുൻപ് എനിക്ക് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഇപ്പം ഞാൻ വെക്കുന്നില്ല, ബാക്കി കാര്യങ്ങളാണ് വെക്കുന്നത്. ആദ്യം തന്നെ ഞാൻ വെക്കുന്നത് നമ്മുടെ ലേബർ റൂമിലേക്കുള്ള സാധനങ്ങളാണ്. അത് ലാസ്റ്റിൽ ആദ്യമേ വെക്കുകയാണെങ്കിൽ അതൊരു പാർട്ടായിട്ട് അങ്ങ് ഇരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഇത് ഇരിക്കും. അങ്ങനെയാണ് ഞാൻ ലേബർ റൂമിലേക്കുള്ള സാധനങ്ങളാണ് ആദ്യം പാക്ക് ചെയ്യുന്നത്. 2 ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ് ആണ് ഞാൻ ലേബർ റൂമിലേക്ക് എടുക്കുന്നത്. ചിലർ 4, 5 അങ്ങനെ ഒത്തിരി എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ 2 ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ് ആണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ് കൊണ്ട് വലിയ ഗുണമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് ആ ഒരു ടൈമിൽ മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. പിന്നെ ഇതിൻ്റെ ബട്ടൺസും ഒക്കെ പൊട്ടി പോവുകയും ചെയ്യും. നമ്മളല്ലാതെ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലാതെ നൈറ്റീസ്. അപ്പം സാധാ നൈറ്റീസ് ആണ് പിന്നുള്ളത്. ഇത് ഫ്രണ്ടിൽ തന്നെ സിബുള്ള, നമുക്ക് പാലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള നൈറ്റീസ് ആണ്. അതൊരു 3 എണ്ണം വേറെ ഞാൻ വെക്കുന്നുണ്ട്. സത്യത്തിൽ നമുക്ക് ഈ 5 നൈറ്റീസ് മതി ഹോസ്പിറ്റലിലെ ആവശ്യത്തിന്. അതിൽ കൂടുതൽ ദിവസമൊന്നും നമ്മളവിടെ നിൽക്കില്ല, അത്രയും മതി. പക്ഷെ ഞാൻ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പം അവിടെയാണ് നിൽക്കുന്നത്. അപ്പം അതും കൂടി കൂട്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഇപ്പോൾ എടുത്തു വെക്കുന്നത്. വേറെ സെപ്പറേറ്റ് പാക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഫ്രോക്ക് നൈറ്റീസ്, നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്ക് നൈറ്റീസ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നൈറ്റീസും 4 എണ്ണം എടുത്ത് വയ്ക്കുന്നുണ്ട്. ആ ഒരു നൈറ്റിയും കൂടി ഇതിനകത്ത് തന്നെ വെക്കുകയാണ്. 4 എണ്ണമാണ് ഉള്ളത്, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് വെള്ളത്തുണിയാണ്. വെള്ളത്തുണി ഞാനിപ്പോൾ ഇതിനകത്ത് വെക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു ബാഗിലാണത് വെച്ചിരിക്കുന്നത്. വെള്ളത്തുണി നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലും ചോദിക്കും. വെള്ളത്തുണി ചോദിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാ ഹോസ്പിറ്റൽസിലും ചോദിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മൾ പഴയ മുണ്ടോ വല്ലതും എടുത്ത് വെച്ചാൽ മതി. പിന്നെ അണ്ടർ സ്കേർട്സ് ആണ്. അണ്ടർ സ്കേർട്സ് ഞാനൊരു 4 എണ്ണം വെക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പുതിയത് മേടിച്ച് ഡെറ്റോൾ ഇട്ട് കഴുകി സൂക്ഷിച്ച് വെക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഇന്നർവെയേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത്. ഫീഡിങ് ബ്രായാണ് ഉള്ളത്. ഫീഡിങ് ബ്രായ്, പാൻറ്റീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അത് പെട്ടെന്ന് സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ കവറിലാക്കിയിട്ടാണ് വെക്കുന്നത്. അതിനുശേഷം ബെഡ്ഷീറ്റാണ്. ഒരു 3 ബെഡ്ഷീറ്റ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. 3 എണ്ണമൊക്കെ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, 2 ബെഡ്ഷീറ്റിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. ഞാൻ പിന്നെ അഡീഷണൽ ആയിട്ട് അങ്ങ് എടുത്താണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ. ബെഡ്ഷീറ്റ് 3 എണ്ണം. പിന്നെ ഞാനൊരു 2 കുർത്ത എടുത്തിട്ടുണ്ട്. ഫീഡിങ് കുർത്തയാണ്. 2 ഫീഡിങ് കുർത്തയും പാൻറ്റും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, ചിലപ്പം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫീഡിങ് കുർത്ത ഒരു 2 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് മെറ്റേണിറ്റി പാഡാണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഇത് 5 എണ്ണം ഉള്ളൊരു സെറ്റാണ്. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് തരും. പിന്നെ ഒരുപാട് പാഡിൻ്റെ ആദ്യത്തെ കുറച്ച് ദിവസമേ നമുക്ക് മെറ്റേണിറ്റി പാഡിൻ്റെ ആവശ്യമുള്ളൂ.
പിന്നെ അത്രയ്ക്ക് ആവശ്യം വരാനുള്ള ചാൻസ് ഇല്ല. ആ ഒരാഴ്ചത്തേക്കേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും തരും. പിന്നെ നമ്മൾ ഈ മേടിച്ചതിൻ്റെയും കൂടി ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ ഇത് തോർത്ത് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഇത്രയും സാധനങ്ങളായപ്പോഴത്തേക്ക് എനിക്ക് ആവശ്യമുള്ള എല്ലാം ആയിട്ടുണ്ട്. വെള്ളത്തുണി മാത്രമാണ് ഇനി വേറെ സെപ്പറേറ്റ് വേണ്ടത്. വെള്ളത്തുണി എന്താണെന്ന് വെച്ചാൽ, വെള്ളത്തുണി ഇപ്പം ഇവിടെയല്ല, എൻ്റെ വീട്ടിലാണ്. അത് അവിടുന്ന് ആ സമയത്ത് കൊണ്ടുവന്നോളാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തുണി ഇതിനകത്ത് കാണിക്കാത്ത, ഹോസ്പിറ്റൽ ബാഗിനകത്ത് വെക്കുന്നില്ല. അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളും വെള്ളത്തുണി. അപ്പം ഇത്രയും സാധനങ്ങൾ മെയിനായിട്ട് വെക്കുന്നുണ്ട്. ഇനിയുണ്ട് കേട്ടോ സാധനങ്ങൾ, ഇനി ഇതിനകത്ത് വെക്കാൻ ആഡ് ചെയ്യാൻ ഇനിയുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് അല്ലാത്ത സാധനങ്ങളാണ്. ഒന്നെൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്, ലോട്ടസിൻ്റെയാണ്. ഞാനതിപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പ്രഗ്നൻസി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും. സ്കിന്ന് മാത്രമല്ല, ഫുൾ നമ്മുടെ ബോഡി. അപ്പോൾ ഒരു ബോഡി ലോഷൻ കൂടി കരുതുന്നത് നല്ലതാണ്. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡോക്ടർ സമ്മതിക്കുകയാണെങ്കിൽ ഈ മോയ്സ്ചറൈസർ തന്നെ ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ലിപ് ബാമാണ്. ലിപ് ബാം എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടിയതാണ്. പിന്നെ അത് ഒരുപാട് നാളെടുത്തു മാറാൻ. നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞ് വരുമ്പോൾ ഡ്രൈ ആകും ചുണ്ട്. എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ സമയത്ത് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ചുണ്ട് ഡ്രൈ ആയിട്ട് കുറേ നാൾ അത് പൊട്ടാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പം അതെടുത്ത് വെച്ചിരിക്കും. ഇപ്പം ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, മോയ്സ്ചറൈസറും ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ വേണ്ടത് ബൺസ് ആണ്. നമ്മൾ തലയിൽ മുടി പിന്നി ആണ് എപ്പോഴും ലേബർ റൂമിലേക്ക് കയറ്റുന്നത് എപ്പോഴും നമ്മുടെ മുടി പിന്നിയിട്ടാണ്, രണ്ടായിട്ട് മുടി പിന്നിയിട്ടാണ് കയറ്റുന്നത്. അതുകൊണ്ട് ബണ്ണ് അത്യാവശ്യമാണ്. പിന്നെ കോമ്പ്, അത് എല്ലാവർക്കും അറിയാമല്ലോ, അത് വേണം. പിന്നെ എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയുന്നത് കൊന്തയാണ്. എൻ്റെ ഒരു ആത്മവിശ്വാസത്തിന് കൊന്ത വേണം. ഇത് ഇസ്രയേലിൽ നിന്നും കിട്ടിയ കൊന്തയാണ്. അപ്പം ഞാൻ ആദ്യത്തെ പ്രസവത്തിന് പോയപ്പോഴും കൊന്തയൊക്കെ ആയിട്ടാണ് പോയത്. അതെൻ്റെ ലേബർ റൂമിൽ മിസ്സാവുകയും ചെയ്തു. അപ്പം അത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഞാനപ്പോൾ ഇതും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെയാണ്. അത് ഓൾറെഡി നമ്മുടെ ഫോണിലൊക്കെ കാണും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് നമ്മുടെ ID കാർഡ്സ് ആണ്. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ID കാർഡ്സ് എന്ന് പറയുന്നത്. കാരണം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ID കാർഡ് മസ്റ്റായിട്ട് ചോദിക്കും. അതുകൊണ്ട് ID കാർഡ്സ് എന്താണെങ്കിലും കൊണ്ടുപോകണം. അപ്പം ഞാൻ ഈ ID കാർഡ്സും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വേണ്ടത് ഡെറ്റോളാണ്. ഡെറ്റോള്, സോപ്പ്, ബ്രഷ്, പിന്നെ നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. അതൊക്കെ വേറൊരു ബാഗിലാണ്. കാരണം ഈ ബാഗ് ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു. അതിൽ നമ്മൾ ഫ്ലാസ്ക്, എണ്ണ, ബ്രഷ്, ചെറിയൊരു സോപ്പ്, പേസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഞാൻ പറഞ്ഞ വെള്ളത്തുണിയും കൂടിയാണ് വെക്കുന്നത്. അല്ല, നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്നും കൊണ്ടുപോകുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും കാണിക്കുന്ന ഹോസ്പിറ്റൽ ബാഗ്സിലൊക്കെ കുഞ്ഞിനുള്ള ഡയപ്പറ്, ഡ്രസ്സ്, ടർക്കി എല്ലാം കാണും. ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്നും മേടിച്ചില്ല. നമ്മൾ അന്നേരം തന്നെ മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചിലർ ചോദിക്കും ഹൈജീൻ്റെ പ്രശ്നം ഉണ്ടാവില്ലേ എന്ന്. നമ്മൾ ആദ്യത്തെ പ്രഗ്നൻസിക്ക് അങ്ങനെ തന്നെയായിരുന്നു. നമ്മളെ ആരോഗ്യപൂർവ്വം കുഞ്ഞിനെ ദൈവം നമ്മുടെ കൈകളിലേക്ക് തരുന്ന ആ ഒരു നിമിഷമാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ ഒന്നും കരുതി വെക്കുന്നില്ല. നമ്മളൊന്നും കരുതി വെക്കാൻ പാടില്ല എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന് മീതെയായിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ലല്ലോ. അപ്പം ആരോഗ്യത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിനെ നമ്മുടെ കൈകളിലേക്ക് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്നത്. പിന്നെ എൻ്റെ ആദ്യത്തെ കുഞ്ഞിൻ്റെ കുറേ സാധനങ്ങൾ എന്തെങ്കിലും ഓൾറെഡി ഉണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി കഴുകി വീട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല. നമ്മൾ അന്നേരമാണ് ഹോസ്പിറ്റലിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. പിന്നെ ഞാൻ ഡയപ്പർ വെക്കില്ല കുഞ്ഞിന്. ആദ്യത്തെ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. ഡയപ്പർ ഞാൻ ആദ്യത്തെ ഒരു 3 മാസം കുഞ്ഞിന് വെച്ചിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല.
അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു ടൈമിൽ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തരുമെങ്കിലേ ഉള്ളൂ, അല്ലാതെ നമ്മളായിട്ട് ഡയപ്പർ മേടിച്ചിട്ട് കുഞ്ഞിന് വെക്കാറില്ല. അങ്ങനെയുള്ള കുറച്ച് വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഹോസ്പിറ്റൽ ബാഗിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ.